അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ MK സാനു അന്തരിച്ചു. അന്ത്യം 98-ാം വയസ്സിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് തലമുറകൾക്ക് പുതിയ ചിന്തയും കാഴ്ചപ്പാടും സമ്മാനിച്ച ചിന്തകൻ. മലയാള ജീവചരിത്രം ശാഖയ്ക്ക് അനന്യ സംഭാവനകൾ നൽകിയ എഴുത്തുകാരൻ. മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിക്കും. നാളെ 10 മണിവരെ വീട്ടിലും അത് കഴിഞ്ഞ് എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിൽ. ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. 9 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയത് ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചതോടെ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് സംശയത്തിന്റെ പേരിലെന്ന് ജാമ്യ ഉത്തരവിൽ കോടതി. മനുഷ്യക്കടത്തിനും നിർബന്ധിത മതപരിവർത്തനത്തിനും തെളിവില്ലെന്നും കണ്ടെത്തൽ. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് സഭാ നേതൃത്വം. ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പങ്കുവച്ച കന്യാസ്ത്രീകളുടെ കുടുംബങ്ങൾ. സന്തോഷം, അതീവ സന്തോഷം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. കൂടെ നിന്നവർക്ക് നന്ദിയെന്നും പ്രതികരണം. സത്യം ജയിച്ചുവെന്ന് നേതാക്കൾ. ഛത്തീസ്ഗഡ് സർക്കാരിന് കേസ് റദ്ദാക്കാൻ എന്തിനു മടിയെന്ന് KC വേണുഗോപാൽ. സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ ശക്തമായ നിയമ നടപടിയെന്ന സിനിമാ നയത്തിന്റെ കരട് രേഖ. കാസ്റ്റിംഗ് കൗച്ച് നടത്തുന്നവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഓഡിഷന് കേന്ദ്രീകൃത പ്രോട്ടോകോൾ. നയം നടപ്പിലാക്കാൻ നിയമനിർമ്മാണം വേണമെന്നും രേഖയിൽ നിർദ്ദേശം. സിനിമാ നയ രൂപീകരണ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. സിനിമയിലെ നിയന്ത്രണമില്ലാതെ വയലൻസ് കടന്നുവരുന്നുവെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന റിപ്പോർട്ടിൽ അന്വേഷണം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അന്വേഷണ ചുമതല. യൂറോളജിയിലെ ഉപകരണം കാണാതായെന്ന റിപ്പോർട്ട് നൽകിയത് ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷിച്ച വിദഗ്ധ സമിതി. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് ഡോക്ടർ ഹാരിസ്. എല്ലാ അന്വേഷണങ്ങളും സ്വാഗതം ചെയ്യാണ്. നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ഇല്ല, അതറിയില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ബലാത്സംഗ കേസിൽ JDS മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. വിധി ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടേത്. ശിക്ഷ വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ. മലപ്പുറം മഞ്ചേരിയിൽ ATMലേക്ക് പോയ വാഹനത്തിന്റെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസുകാരന് സസ്പെൻഷൻ. നടപടി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഡ്രൈവർ നൌഷാദിനെതിരെ. നൌഷാദ് ഡ്രൈവർ ജാഫറിനെ മുഖത്തടിച്ചത് വാഹന പരിശോധനയ്ക്കിടെ. മർദ്ദനം പിഴ ഈടാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ. കോഴിക്കോട് കോങ്ങാട് മലയിൽ 40കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വഴിത്തിരിവ്. ബോബിയുടെ മരണം ഷോക്കേറ്റെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൈകളിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടെത്തി.